ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജോജീസ് കിച്ചൻ. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ സെലിബ്രിറ്റി ചെഫായ ചെഫ് പിള്ളയുടെ ട്രിവാൻഡ്രത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ ലഞ്ചിന് പോയത്. ഇത് ട്രിവാൻഡ്രത്ത് ഇഞ്ചക്കൽ എന്നുള്ള സ്ഥലത്താണ്. ഇഞ്ചക്കൽ ജംഗ്ഷനിൽ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത്. നമ്മൾ കയറിയ ഒപ്പം തന്നെ ഇവിടെ ഒരു നല്ല ഡെക്കറേഷൻ ചെയ്ത ഒരു റിസപ്ഷൻ കാണാൻ പറ്റും. അകത്ത് കയറിയാൽ ഉടൻ തന്നെ നമുക്ക് സൈഡിലൊക്കെ വേൾഡ് വൈഡുള്ള സെലിബ്രിറ്റീസിൻ്റെ കൂടെ ചെഫ് പിള്ളൈ എടുത്ത ഫോട്ടോസ് കാണാൻ പറ്റി. അവർ ഇവരുടെ റെസ്റ്റോറൻറ്റ് സന്ദർശിച്ചപ്പോൾ ഉള്ള ഫോട്ടോസാണ് ഇത്. ഞാൻ അവിടെ പോയപ്പം തന്നെ അവിടുത്തെ സ്റ്റാഫിനോട് ചെഫ് പിള്ളൈ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്കും ഒരു സെൽഫി എടുക്കാനുണ്ടായിരുന്നു. എനിക്കും മോൾക്കും അവരുടെ കൂടെ ഒരു സെൽഫി എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ബാഡ് ലക്ക് തലേ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് പോയതെന്ന് പറഞ്ഞു. അകത്ത് നല്ല ആംബിയൻസ് ആയിരുന്നു. നല്ല രീതിയിലുള്ള ഒരു ഡെക്കറേഷൻസും എല്ലാം ഉണ്ടായിരുന്നു. ഓപ്പൺ കിച്ചനാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇവിടെ നല്ല സ്റ്റാഫ്സ്, നല്ല സർവീസാണ്. നല്ല എല്ലാ സ്റ്റാഫ്സും നല്ല രീതിയിലുള്ള മട്ടൺ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു മട്ടൺ സൂപ്പായിരുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പാഷൻ ഫ്രൂട്ട് മാംഗോ മോക്ടെയിലും പഴംപൊരി ചാട്ടുമാണ് രണ്ടാമതായിട്ട് വന്നത് സ്റ്റാർട്ടേഴ്സായിട്ട്. അടുത്തതായിട്ട് കുട്ടനാടൻ പാൽ കൊഞ്ചാണ്. ഇത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ഇവിടുത്തെ നൂൽ പൊറോട്ട ഒരു സ്പെഷ്യൽ പൊറോട്ടയാണ്. ഒരു ചൊട്ട് ആയിൽ പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഈ നെയ്മീൻ ഫിഷ് നിർവാണ മൗത്ത് വാട്ടറിങ് ആയിരുന്നു. ഡെസേർട്ടായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഉണ്ണിയപ്പ ഫലൂഡാവാണ്. കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിനോദമായിട്ട് തോന്നി. അപ്പോൾ അത് ഓർഡർ ചെയ്തു. അത് ഒരു ജാറിലാണ് കൊണ്ടുവന്നത്. സാധാരണ നമ്മൾ ഫലൂഡ പോലെ ഫ്രൂട്ട്സും കോൺഫ്ലേക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ നട്ട്സ് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ക്രീമും ഐസ്ക്രീമും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു റിങ് വെച്ചിട്ട് അതിലും കുറച്ച് ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അത് ചെഫ് കൊണ്ടുവന്ന് അതിൽ പാലൊഴിച്ചിട്ടാണ് അവർ സെർവ് ചെയ്ത് തന്നത്. അവർ തന്നെ കൊണ്ടുവന്ന് അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്ര പോർഷനായിട്ട് വേണം എന്ന് വെച്ചിട്ട് നമുക്ക് അത് ഡിവൈഡ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അത് നല്ല ഒരു ഡെസേർട്ടായിരുന്നു. ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റും വെറൈറ്റിയുമായിട്ടും ഉണ്ടായിരുന്നു. ഇവിടെ കഴിച്ച ഓരോരോ ഡിഷും തനതായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ഒരു വെറൈറ്റി ആയിരുന്നു. അങ്ങനെ ഒരുപാട് ദിവസത്തെ ആഗ്രഹം ഞങ്ങൾക്ക് നടന്നു കിട്ടി. അവിടെ നിന്ന് ഇറങ്ങുമ്പം ഞങ്ങൾക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷനായിരുന്നു. അവിടുത്തെ ആംബിയൻസും അവിടുത്തെ ഫുഡും അവിടുത്തെ സർവീസും എല്ലാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. 100% സാറ്റിസ്ഫാക്ഷനോടെയാണ് ഞങ്ങൾ വന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.
ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ആൽ എന്നുള്ളൊരു ബട്ടണും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ റെസിപ്പീസും പുതിയ പുതിയ വ്ളോഗ്സും റിവ്യൂസും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.